2018 ഡയഗ്നോസ് ചെയ്തത്. ALS എന്ന് പറഞ്ഞ അസുഖമാണ്. ഇത് കൈയും കാലും ഇങ്ങനെ സൂക്ഷിച്ച് നടക്കാൻ മേലാത്ത സ്ഥിതി. 8 വർഷം മുമ്പാണ് ALS എന്ന ഈ രോഗം അറിയപ്പെടുന്നത്. ഇതിന് മരുന്നില്ല. അത് ശരി. പിന്നെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത്രത്തോളം. ഇത് ആദ്യം എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മളിങ്ങനെ നടക്കുന്നവരുടെ തട്ടി വീഴുമായിരുന്നു, കാല് തട്ടി വീഴുമായിരുന്നു. പിന്നെ അങ്ങനെ കൊണ്ട് എന്തുകൊണ്ടാകുന്നു ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് വളരെ കാണിച്ചു. അവസാനം EMG ചെയ്തപ്പോഴാണ് മനസ്സിലായത് ALS എന്ന് പറഞ്ഞ അസുഖമാണ്. ആ സമയം വരെ ജോലി അതുവരെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റിൽ എൻ്റെ കൂടെ അബിയില് വടി കുത്തി വരെ ജോലിക്ക് വന്നു. പിന്നെ അവർ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജോലി നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും റിട്ടയർമെന്റ് എടുത്ത് പിള്ളേരെ ശുശ്രൂഷിച്ചിട്ട് അങ്ങനെ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, സിസ്റ്റർ ലിസിക്ക് ഉണ്ടായ അസുഖം ഇവർ പറഞ്ഞിട്ട് ഇതിനൊരു മരുന്നില്ല. ഓരോ ദിവസവും കഴിയും തോറും, മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മുമ്പോട്ട് കഴിയും തോറും ശരീരത്തിന് ക്ഷീണങ്ങൾ കൂടുതൽ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മറ്റാരെ ഏൽപ്പിക്കാതെ പ്രിയ ജെയിംസ് ജോലി റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് മാറി തൻ്റെ ഭാര്യയെ ചികിത്സിപ്പാൻ തക്കണം, തന്നെ ശുശ്രൂഷിപ്പാൻ തക്കണം ഈ ഭവനത്തിൽ തന്നെ ആയിരിക്കാണ്. മറ്റൊരാളെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ഇവിടെ വീട്ടിൽ വരുത്തി ശുശ്രൂഷ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങൾ നോക്കാമായിരുന്നെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം തൻ്റെ ജീവിത പങ്കാളിയോടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ തന്നെ കഴിഞ്ഞ 8 വർഷമായിരിക്കുകയാണ്. ലിസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾ വന്ന സമയം തൊട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാൻ ഇടയായി തോന്നുന്നു. ലിസിക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയുണ്ട്? കോട്ടയത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ലിസി ഏത് സ്കൂളിലാണ് പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? തലപ്പാടി LP സ്കൂളിലാണ്, മർത്തോമാക്കാരുടെ ഒരു സ്കൂളാണ് തലപ്പാടി LP സ്കൂൾ എന്ന് പറയുന്നത്. അവിടെയാണ് സ്കൂൾ. മൺറാട് ഗവൺമെൻറ് UP സ്കൂളിൽ ലിസി പഠിച്ചിട്ടുണ്ട്. മൺറാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നാണ് പഠനം പൂർത്തീകരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. ലിസി പഠിച്ച കൂട്ടത്തിൽ തന്നെ ഞാനും പഠിച്ച് വന്നത് ഈ സമയത്ത് ഓർക്കുന്നു. കോട്ടയത്തെ പണ്ടത്തെ ഒരു വലിയൊരു കോളേജായിരുന്നു പൈഡാസ് കോളേജ്. ഇപ്പോൾ ആ കോളേജ് ഇല്ല. കോട്ടയം നഗരത്തിൻ്റെ കേന്ദ്ര ഭാഗത്ത് തന്നെ പൈഡാസ് സാറ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കോളേജായിരുന്നു പൈഡാസ് കോളേജ്. ഒരു വലിയ പാരൽ കോളേജായിരുന്നു. ഒത്തിരി പ്രത്യേകിച്ച് ഗേൾസാണ് കൂടുതൽ അവിടെ പഠിക്കുന്നത്. ഒരു ലേഡീസ് കോളേജായിരുന്നു അത്, കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് പൈഡാസ് കോളേജ്. ഇപ്പോൾ ആ കോളേജൊക്കെ മാറ്റി. ലിസി എന്താണ് രക്ഷിക്കപ്പെട്ട കാര്യം ഓർക്കുന്നത്? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അതൊക്കെ ഓർക്കുന്നു. എന്നാ രക്ഷിക്കപ്പെട്ടത്? കല്യാണം കഴിഞ്ഞ് 82-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഇവിടെ വന്നിട്ടാണ്? അല്ലല്ല, നാട്ടിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ 84-ലാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെട്ടു. മല്ലപ്പള്ളി ജോർജൂറീസിന്റെ സ്നാനക്കുളത്തിലാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് സ്നാനപ്പെട്ടത്. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോർജ് വർഗീസ്, മല്ലപ്പള്ളിയിലെ പ്രിയ പൊടിച്ചായൻ എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ അവിടെ ഒരു ബൈബിൾ കോളേജുണ്ട്, നമുക്കറിയാമല്ലോ. അവിടെ സ്നാന ശുശ്രൂഷയ്ക്കുള്ള ക്രമീകരണങ്ങളുണ്ട്. അവിടെയാണ് സ്നാനപ്പെടുന്നത്. ആരെ സ്നാനപ്പെടുന്നത് ഓർക്കുന്നുണ്ട്? ജോയി പാഷ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് സ്നാനപ്പെടുത്തുന്നത്. നോക്കുക, ഓർമ്മകളുണ്ട്, പഴയ ഓർമ്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഓർത്തു വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ആത്മീക ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയൊക്കെ ഓർമ്മകളിലൂടെയാണ് പ്രിയ ലിസി കടന്നു പോകുന്നത്. നിങ്ങൾ അമേരിക്ക വന്നത് ഏത് വർഷമാണെന്ന് ഓർക്കുന്നു? 92-ലാണ് അമേരിക്കയിൽ എത്തുന്നത്. നേരെ ചിക്കാഗോയിലോട്ടാണ് വരുന്നത് അല്ലേ? നേരെ അവർ ചിക്കാഗോയിൽ ചിക്കാഗോയിൽ വന്ന ആ സമയം തൊട്ട് ചിക്കാഗോയിലുള്ള ബഥേൽ IPC സഭയുടെ മെമ്പേഴ്സാണ്. കഴിഞ്ഞ 10-32 വർഷമായിട്ട് സ്ഥിരം ആ സഭയിലെ മെമ്പറാണ്. ഇവിടെയുണ്ട്. ലിസിയുടെ സഹോദരങ്ങൾ പലരും ഇവിടെയുണ്ട്. മൂത്തയാങ്ങളെ ഉണ്ട്, മറ്റേ ഇളയാങ്ങളെ ബിനോയ് ഇവിടെയുണ്ട്, മറ്റേ പലരും ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇവിടുത്തെ നമ്മുടെ മർത്തോമ കൊണ്ടുവന്നു. മൂത്തയാങ്ങളെയാണ് കൊണ്ടുവന്നത്. അവരെല്ലാം ഈ ഇതിന് ചുറ്റുപാടിൽ വളരെ അടുത്താക്കിയായിട്ട് താമസിക്കുന്നു. അതുപോലെ തന്നെ ലിസിയുടെ മാതാവ് ഇപ്പോഴും ഉണ്ട്. എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക്? 95 വയസ്സുള്ള മാതാവ് ഇപ്പോഴും വളരെ ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ കൃപയാലായിരിക്കുന്നു. ഇപ്പോൾ
നാട്ടിലേക്ക് വെക്കേഷന് പോയിരിക്കുകയാണ്, അടുത്ത ദിവസങ്ങളിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇന്ത്യയിലോട്ടുള്ള യാത്രയ്ക്ക് പോകുന്നതിനോ വരുന്നതിനോ ഒന്നും തടസ്സങ്ങളില്ലാതെ പ്രിയ മാതാവ് ഇവിടെ തന്നെ പ്രിയ ലിസിയെ സൂക്ഷിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ഇവിടെ തന്നെയൊക്കെ ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു സഹായവും മുടക്കാറില്ല, അല്ലേ? ഞാൻ ഒരു അതിശോക്തി പറയല്ല, കഴിയുന്നിടത്തോളം, അല്ലേ? എല്ലാ ചർച്ചിലും എല്ലാ സൺഡേയിലും ചർച്ചിൽ കൊണ്ടുപോകും, ആരാധനയെ സംബന്ധിക്കും. ചർച്ചിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന പോലെ അത്ര ഈസിയായ കാര്യമല്ല. ഒത്തിരി എക്യുപ്മെന്റ്സ് അതിന് വേണ്ടി എടുക്കണം, അല്ലേ? പല എക്യുപ്മെന്റ്സ് അതിനുണ്ടാകണം. പിന്നെ ആ എക്യുപ്മെന്റ്സോടുകൂടെ വീൽ ചെയറിലാക്കണം. വീൽ ചെയറിൽ നിന്ന് അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് മാറ്റണം. ആ വാഹനം സഭാ ഓഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കിൽ സഭാ ഹോളിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ വാഹനത്തിൽ നിന്ന് എടുത്ത് ആ ചർച്ചിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകണം. ഒത്തിരി ശ്രമകരമായ കാര്യങ്ങളാണ്. സഭയിലുള്ള പല വിശ്വാസികളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സഭയിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതെ, പ്രത്യേകിച്ച് സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്റർ കൂടെ ആയിരിക്കുന്ന ആൻഡ്രൂസ് കെ ജോർജും അദ്ദേഹത്തിൻ്റെ വൈഫ് ആനിയും കൂടെ ഒത്തിരി അവിടെ ചെല്ലുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പല സഹോദരന്മാരും സഹോദരിമാരും അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ സഭായോഗങ്ങളൊന്നും മുടക്കാറില്ല. സഭായോഗം ഉപേക്ഷിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ സമയത്തും അതിൻ്റെ ഒരു സന്തോഷവുമാണ് നമ്മൾ ഈ മുഖത്തുപ്പോഴും കാണുന്നത്. ദൈവത്തെ എട്ടരയാകുമ്പോൾ